ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഡെയിലി ലൈഫ് സ്റ്റോറിയിലെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ കുമ്പളങ്ങയും അതുപോലെ തന്നെ ചേമ്പും വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോയുടെ അവസാനം ഞാനൊരു പാട്ട് മൂളുന്നുണ്ട്, അറിയാതെ വന്നതാണ്, പിന്നെ ഞാനത് കട്ട് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ഏത് പാട്ടാണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഇതുപോലെ ഒരു കുമ്പളങ്ങയുടെ നേരെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചേമ്പ്, ചെറിയ ചേമ്പാണ്, ഇതുപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു തക്കാളി വേണം, കുറച്ച് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക്. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് അരപ്പിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരയ്ക്കുകയും വേണം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഞാൻ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പുളിയുടെ ആവശ്യം വരുന്നില്ല, കാരണം ഞാൻ ഒരു തക്കാളി നമ്മൾ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പുളിയുടെ ആവശ്യം അനുസരിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ കടുക് താളിക്കാനായിട്ട് 1 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ചേമ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം. 2 വിസിൽ വരുന്നണം വരെ നമുക്ക് ഇത് വേവിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ഒരു ജാറ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല അധികം വെള്ളമില്ലാതെ ഈ ഒരു ഇതായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ കുമ്പളങ്ങയും ചേമ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ ടേസ്റ്റ് ഉണ്ടല്ലോ ഉപ്പിന്, അതനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. തക്കാളിക്ക് ഓൾറെഡി പുളിയുണ്ട്. ഒരു തക്കാളി ചേർത്തിട്ടുള്ളെങ്കിലും തക്കാളിക്ക് കുറച്ച് പുളിയുണ്ട്. അപ്പം ആവശ്യത്തിന് പുളി നമ്മൾ ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 2 സ്പൂണോളം ഒഴിച്ചിട്ടുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് പുളിയും ഉപ്പും കൂടെ പിടിക്കട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച ഉപ്പും പുളിയൊക്കെ ഈ സമയം നമുക്ക് നോക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കണ്ട. ഒന്ന് തിള വരുമ്പോഴേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കറി ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് തിളപ്പിക്കേണ്ട. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മളെടുത്ത് വെച്ചിരുന്ന കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് താളിക്കാൻ നേരം കുറച്ച് ചെറിയുള്ളി ഇതുപോലെ അരിഞ്ഞതോടെ എടുത്താണ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. ഞാനൊരു 2 ചെറിയുള്ളി വളരെ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് നമ്മൾ കടുക് താളിക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്.
ഇനി അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് താളിക്കുമ്പോൾ ഇതുപോലെ ഈ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം, മുരിഞ്ഞ് വരണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കറി നമ്മുടെ പെട്ടെന്ന് അഴുക്കായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. അപ്പം ഞാൻ ഈ കടുക് താളിച്ചത് ഇതിലേക്ക് ഒഴിക്കുവാണ്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ചേമ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.